ഓൺ ദ ബേസിസ് ഓഫ് സെക്സിൻ്റെ അടിസ്ഥാനത്തിൽ. ആ ഒരു സിനിമയെ പറ്റിയിട്ടാണെന്ന്. പ്രത്യേകിച്ച് ഇന്ന് നാട്ടിലൊക്കെ ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ ധാരാളം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് വളരെ പ്രസക്തമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മൾ സിനിമയെപ്പറ്റി സംസാരിക്കുന്ന ഒരു ചാനലായതുകൊണ്ട്. റൂത്ത് ബേഡർ ഗിൻസ്ബർഗ് അവരെ പറ്റിയിട്ടുള്ള ഒരു ബയോഗ്രഫിക്കൽ സിനിമയാണ് ഓൺ ദ ബേസിസ് ഓഫ് സെക്സ്. ആരാണ് റൂത്ത് ഗിൻസ്ബർഗ് എന്നറിയില്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്യുക, ഒന്ന് പോസ് ചെയ്തിട്ട് ഗൂഗിൾ ചെയ്തിട്ട് വരും. കാരണം അങ്ങനെയെങ്കിലും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. എനിവേ, അവർ അമേരിക്കയിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ലോസിനെതിരെ പോരാടി കേസുകൾ ജയിച്ച് പല നിയമങ്ങൾ മാറ്റി. അതായത് നിയമത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും സ്ത്രീ പുരുഷന്മാരൊക്കെ ഈക്വലാണെന്ന് പറയുമ്പോഴും പല നിയമങ്ങളും സ്ത്രീവിരുദ്ധമായിരുന്നു, സ്ത്രീകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതായിരുന്നു. അത് മനസ്സിലാക്കിയിട്ടാണ് ഇവർ ആ കേസുകൾ വാദിക്കുന്നതും അങ്ങനെ നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നതും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി വരുന്ന പല ട്രോളുകളും ആൾക്കാരുടെ വർത്തമാനം കേൾക്കുന്ന സമയത്ത് ഈ എപ്പോഴും സെക്സ് എന്നുള്ള വാക്കിൻ്റെ മുകളിലാണ് ചർച്ചകൾ നടക്കുന്നതെന്ന് തോന്നി. ഞാൻ കണ്ടതിൻ്റെ കുഴപ്പമായിരിക്കാം. അപ്പോൾ ഈ ഓൺ ദ ബേസിസ് ഓഫ് സെക്സ് എന്നുള്ള സിനിമയിൽ ഒരു സീനുണ്ട്. അത് ഇവരുടെ ആദ്യത്തെ കേസ് ഒരു വാദിക്കാൻ നോക്കുന്ന സമയത്ത് അതിൽ ആ കേസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം അവരോട് ആ ടൈപ്പ് ചെയ്ത സ്ത്രീ ഇവരുടെ അടുത്ത് പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു ഒരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു എന്താണ്? ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം അതിൽ സെക്സ് എന്നുള്ള വാക്ക് പല പ്രാവശ്യം ഉപയോഗിക്കപ്പെടുന്നതായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട, അവിടെ ആ കോർട്ടിൽ ധാരാളം പുരുഷന്മാരുണ്ടാവുക. ഈ പുരുഷന്മാർക്ക് സെക്സ് എന്നുള്ള വാക്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പറയുന്ന കാര്യങ്ങളും ചിലപ്പോൾ അവർ അത്ര തന്നെ സീരിയസ്നെസ്സോട് കൂടിയിട്ട് കേൾക്കാൻ പറ്റാണ്ടിരിക്കും. അതുകൊണ്ട് ആ വാക്ക് മാറ്റിയിട്ട് ജെൻഡർ എന്നാക്കണം എന്നുള്ളത്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്നാക്കണം എന്നുള്ളത്. ഇവർ ഈ ഓരോ കേസും ഇവർ വാദിച്ച് ഇവർ ജയിക്കുന്ന സമയത്ത് ഇവർ പലപ്പോഴും സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇവർ മുന്നോട്ട് വയ്ക്കുന്ന കേസുകൾ പുരുഷന്മാർക്ക് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുന്ന രീതിയിലുള്ള കേസുകളാണ്. അപ്പോൾ ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗമാണ് എന്നുള്ളത്. കാരണം അല്ലെങ്കിൽ പുരുഷന്മാർ കൺട്രോൾ ചെയ്യുന്ന ചില വ്യവസ്ഥിതികളിൽ സ്ത്രീകൾക്ക് ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും വലിയൊരു ഇഷ്യൂ ആയിട്ട് ആൾക്കാർ കണക്കാക്കില്ല. പുരുഷന്മാർക്കും ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് ചില ആൾക്കാരുടെ ചെവിയൊക്കെ അങ്ങോട്ട് കൂർത്തു വരുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് സ്ത്രീകൾക്ക് ഡിസ്ക്രിമിനേഷൻ അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത് എന്നുള്ള രീതിയിലാണ് കുറേ പേര് സംസാരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം സ്ത്രീകൾക്ക് ഇപ്പം ഏത് കോർപ്പറേറ്റ് സെക്ടറിൽ പോയാലും ഈ ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും പറയുന്നുണ്ട് വേജ് ഡിസ്ക്രിമിനേഷൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തമ്മിലുണ്ട്. അതൊരു ഡേറ്റ ഈസ് അവൈലബിൾ ദാറ്റ് men get paid more than women for the same job, same experience കാര്യങ്ങളൊക്കെ. അങ്ങനത്തെ ഡിസ്ക്രിമിനേഷൻ അറിയാതെ പോവുകയാണ് പലപ്പോഴും. ഇത് ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നുള്ളതും ആൾക്കാർക്ക് അറിയാം ഫ്രം എ വേജസ് പെർസ്പെക്റ്റീവ് ഇറ്റ് സെൽഫ്. ഈ WCC എന്നുള്ള ഓർഗനൈസേഷനാണ് ഇതിൽ വലിയൊരു പങ്കുള്ളത് ടു ബേസിക്കലി ഈ പ്രശ്നം മുന്നോട്ട് കൊണ്ടുവരാനും ഈ ഒരു സ്റ്റേജിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാനും ഒക്കെ തന്നെ. പക്ഷെ അവരുടെ ഒരു പ്രോഗ്രാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രോഗ്രാമിൽ താഴെ വന്ന കമൻറ്റുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതിലുള്ള ഓരോ വ്യക്തിയെയും എന്ത് മോശമായിട്ടാണ് സമൂഹത്തിൽ ആൾക്കാർ താഴ്ത്തു വന്ന് കമൻറ്റ് ചെയ്തിരുന്നറിയാം. ഇന്നും ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ മെയിൻ വലിയ വലിയ നടന്മാരുടെ ഫോളോവേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കണ്ണും പൂട്ടിയിട്ട് ആരാധനയോട് കൂടിയിട്ട് ഇങ്ങനെ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടാനൊക്കെ നിൽക്കുന്നത്.
അവരടുത്തൊന്നും ഇത് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പിൽ വന്നൊരു സംഭവം, ഒരു പ്രമുഖ നടനും ആ നടൻ കൂടെ അഭിനയിച്ച കുറേ സ്ത്രീകളുമായിട്ടുള്ളൊരു ഫോട്ടോഷൂട്ട്, ഒരു പിക്ചർ. എന്നിട്ട് വളരെ അശ്ലീലം ആയിട്ടുള്ള ഒരു കമൻറ്റും ഫോർവേഡഡ് മെനി ടൈംസ് എന്നുള്ളതും കാണുന്നുണ്ട്. അതായത് എൻഡ് ഓഫ് ദ ഡേ ഇതൊക്കെ ഒരു തമാശയായിട്ട് വിചാരിക്കുന്ന ധാരാളം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ട്രോളുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ ട്രോളുകളുടെയൊക്കെ ഒരു നിലവാരം ശ്രദ്ധിച്ചു നോക്കൂ. ആ ട്രോളിലൊക്കെ എന്താ പറയുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. സ്ത്രീകളോടുള്ള ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആൾക്കാർ ഒരു ടൈപ്പ് ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ ഒരു ടൈപ്പ് അത്യാചാരവും മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഇൻഡസ്ട്രിയെ കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ടോ, ചില ആൾക്കാരും ചില ലോബികളും ഇൻഡസ്ട്രിയെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. അതും ചർച്ച ചെയ്യണം എവരിത്തിങ്. ബട്ട് ഇന്ന് ഭയങ്കര കോയിൻസിഡൻ്റലായി തോന്നി ഈ വിഷയങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ റൂത്ത് ഗിൻസ്ബർഗിൻ്റെ കഥ പറയുന്ന ഓൺ ദ ബേസിസ് ഓഫ് സെക്സ് എന്നുള്ള സിനിമ കാണാനിടയായത്. നിങ്ങൾ ചാൻസ് കിട്ടുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, അത് കാണണം. അതായത് എന്തൊക്കെ പോരാട്ടങ്ങളിലൂടെ എന്തൊക്കെ കേസുകളിലൂടെ വാദിച്ചിട്ടാണ് സ്ത്രീകൾക്ക് ഇന്ന് ലഭിക്കുന്ന രീതിയിലുള്ള തുല്യത പോലും ലഭിക്കുന്നത്. അപ്പം WCC ചെയ്യുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഇതിൻ്റെയൊക്കെ എങ്ങനെ വിധി വന്നാലും അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള എന്ത് വന്നാലും സമൂഹം മാറാൻ സമയത്തൊന്നിരിക്കും. ബട്ട് സം ടൈം സം ഫൈറ്റ് ഹാസ് ടു കണ്ടിന്യൂ. അത് 10 വർഷം മുമ്പേ 15 വർഷം മുമ്പേ ആരും ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ഇന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണമാവരുത് എന്നുള്ളത്. ഐ ഹോപ്പ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് അതുമായിട്ടുള്ള ചർച്ച വന്നു കഴിഞ്ഞിട്ട് ഹോപ്പ് ദ ഇൻഡസ്ട്രി ഗെറ്റ്സ് ബെറ്റർ. ഇന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇൻഡസ്ട്രിയിലുണ്ട് എന്ന് അംഗീകരിച്ച ധാരാളം ആൾക്കാരുണ്ട്. ഇന്നും ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് കേട്ടോ. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് ആൾക്കാരതിനെപ്പറ്റി ചർച്ച ചെയ്യും, മനസ്സിലാവുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. മുമ്പേ നമുക്കിങ്ങനത്തെ ഒരു റിപ്പോർട്ടില്ലാത്തത് കൊണ്ട് ആൾക്കാർ പറയുന്നതൊക്കെ അത് വെറുതെ പറയാന്ന് പറഞ്ഞതാക്കാം. ഇന്ന് അങ്ങനത്തെ ഒരു റിപ്പോർട്ടുള്ളതുകൊണ്ട് ഈ റിപ്പോർട്ടിൻ്റെ മുകളിൽ ആൾക്കാരുടെ പേരിൽ നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് തോന്നുന്നത്, അല്ലേ? അപ്പം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന്, അയ്യോ എനിക്കെതിരെ ആരോപണം ഉണ്ടാവുമെന്ന് പേടിച്ച് നിൽക്കുന്നൊരു വിഭാഗവും, അങ്ങനെ ഒരു പേടിയില്ലാത്ത ഒരു വിഭാഗവും ഉണ്ടാവുന്നതാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏതായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ മലയാള സിനിമകളെക്കുറിച്ച് അങ്ങനെ പറയാറില്ല. അധികവും അന്യഭാഷയിൽ ഇന്ത്യയിലുള്ള ഇന്ത്യൻ ഭാഷാ സിനിമകളല്ല, അല്ലാത്ത സിനിമകളാണ് കൂടുതലും പറയാറ്. ഓൺ ദ ബേസിസ് ഓഫ് സെക്സ് എന്നുള്ള സിനിമ, റൂത്ത് ഗിൻസ്ബർഗിൻ്റെ കഥ പറയുന്നത് നെറ്റ്ഫ്ലിക്സിലുണ്ട്, കാണാൻ. നവൻ അങ്ങനെയാക്കാം.